ഗസ വെടിനിർത്തൽ കരാറിന്റെ ചട്ടക്കൂടിന് അന്തിമരൂപമായെന്നും വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മാത്രമാണ് ഭിന്നതയെന്നും അമേരിക്ക. വാഷിംഗ്ടണിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ജോ ബൈഡൻ കരാറിൽ ഉടൻ ഒപ്പുവെക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഖാൻ യൂനിസ് ഉൾപ്പെടെ ഗസയിൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ്. ഹിസ്ബുള്ളയുമായി തുറന്ന യുദ്ധം അരുതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലന്റിനോട് ആവശ്യപ്പെട്ടു. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. MCA, ഈ ചട്ടക്കൂടിന് അന്തിമ രൂപമായി എന്നും ഒപ്പം വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മാത്രമാണ് ഭിന്നതയെന്നും അമേരിക്ക പറയുന്നതിൽ എത്ര കണ്ട് വാസ്തവമുണ്ട്? അമേരിക്കയുടെ ആവശ്യമനുസരിച്ച് നെതന്യാഹു ഈ കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എത്ര കണ്ട് പ്രതീക്ഷയുണ്ട് ഈ അടുത്തെങ്കിലും ഗസ വെടിനിർത്തൽ കരാറിൽ? സൈഫുദ്ദീൻ, ആ പ്രതീക്ഷ ലോകം ഒന്നാകെ കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അല്പം മുമ്പാണ് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നത്. വാഷിംഗ്ടണിൽ ജോ ബൈഡനും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച ഏത് നിലക്ക് മുന്നോട്ട് പോകുമെന്നാണ് ലോകം ഇപ്പോൾ താല്പര്യപൂർവ്വം തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം ഇന്നലെ രാത്രി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഘട്ടത്തിൽ ഹമാസിനെ പൂർണ്ണമായിട്ടും തുരത്തുന്നതുവരെ യുദ്ധം തുടരും, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ സംബന്ധിച്ച യാതൊരു സൂചനയും നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മറിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് താൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാൻ, ഹൂത്തികൾ, ഹിസ്ബുല്ല ഉൾപ്പെടെയുള്ള ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നത് അമേരിക്കൻ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അമേരിക്കയുടെ സുരക്ഷ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് തൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ നടത്തുന്നത് എന്ന അർത്ഥത്തിലാണ് ആ പ്രതികരണമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ കൂടിക്കാഴ്ച ജോ ബൈഡനും നെതന്യാഹുവും തമ്മിലുള്ള ഈ ചർച്ച ഏത് ദിശയിൽ മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ദോഹയിലേക്ക് ഇനി സംഘത്തെ അയക്കുമോ, അല്ലെങ്കിൽ ആ അയക്കുന്ന സംഘം തന്നെ നേരത്തെ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരിക ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച അവസാനിക്കുന്ന ഒരു സമയത്ത് മാത്രമായിരിക്കും. തുടർന്ന് കമല ഹാരിസ് വൈസ് പ്രസിഡന്റുമായിട്ടും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. തുടർന്നാണ് നാളെ ആയിരിക്കും മിക്കവാറും ഡൊണാൾഡ് ട്രംപുമായിട്ടും ചർച്ച നടത്തുക. അമേരിക്കൻ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ, പ്രത്യേകിച്ചും ആയുധ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് യാതൊരു തടസ്സവും കൂടാതെ തുടരണം എന്നൊരാവശ്യം കൂടിയാണ് അമേരിക്കൻ നേതൃത്വത്തിന് മുമ്പാകെ പ്രധാനമായിട്ടും നെതന്യാഹു ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാനെതിരായിട്ടുള്ള നീക്കം അമേരിക്ക കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള കരാർ, ആ കരാറിൻ്റെ കാര്യത്തിലും അമേരിക്ക കുറെ കൂടി താല്പര്യമെടുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നെതന്യാഹു പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ജോ ബൈഡൻ ഏത് അർത്ഥത്തിലുള്ള ഒരു തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഏതർത്ഥത്തിൽ ഈ വെടിനിർത്തലിനെ പ്രേരിപ്പിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ വെടിനിർത്തൽ പ്രതീക്ഷകൾ ലോകത്തിന് വലിയ തോതിൽ നൽകുകയും അവസാന നിമിഷത്തിൽ അത് അട്ടിമറിക്കപ്പെടുന്ന ഒരു സമീപനമാണ് നെതന്യാഹു നേരത്തെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ നെതന്യാഹുവിന് പോകാൻ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജോ ബൈഡൻ അനുവദിക്കുമോ, അതല്ല ഈ പുതിയ ഇലക്ഷൻ്റെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിൽ മാത്രമായിരിക്കുമോ ബൈഡന്റെ സമീപനം എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും അടുത്ത മണിക്കൂറുകൾ നിർണായകമായിരിക്കും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബൈഡൻ ലോകത്തോട് എന്ത് പറയുന്നു, നെതന്യാഹു അതിനോട് ഏത് പ്രതികരണം നടത്തുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും 10 മാസത്തിൽ എത്തി നിൽക്കുന്ന തീർച്ചയായും അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ്. ബൈഡൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, ഈ കരാറിൽ നെതന്യാഹുവിന് താല്പര്യമുണ്ടാകുമോ എന്നതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതേസമയം ഗസയിലേക്ക് കൂടി നമ്മൾ കണ്ണു തിരിക്കേണ്ടതുണ്ട്. MCA, എന്താണ് ഗസയിലെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ? ഖാൻ യൂനിസിലെ കൂട്ടക്കൊലയിൽ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇസ്രായേൽ ആക്രമണം എങ്ങനെ തുടരുന്നുണ്ട് അവിടെ? സൈഫുദ്ദീൻ, വ്യാപകമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇന്നും. പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടവരുടെ സംഖ്യ 40-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, പല മൃതദേഹങ്ങളും പുതുതായിട്ട് കണ്ടെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഗസയിലെ വിവിധ ആശുപത്രികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാൻ യൂനിസിൽ തന്നെയാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും സൈന്യം ആക്രമണം പൂർണ്ണമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം പേർ ഖാൻ യൂനിസിൽ നിന്ന് മാത്രം അഭയാർത്ഥികളായിട്ട് മാറിയിട്ടുണ്ട്. അവരെ ഏതെങ്കിലും ഒരു സുരക്ഷിതമായിട്ടുള്ള
ഇടം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കപ്പെടും എന്നൊരവസ്ഥയിലാണ് ഈ താൽക്കാലിക ടെൻറ്റുകളിലും മറ്റുമായിട്ട് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. അതുമാത്രമല്ല സഹായം എത്തിക്കാനുള്ള സംവിധാനവും ഈ ആക്രമണം മൂലം നിലച്ചിരിക്കുകയാണ്. കാരണം യൂണിറ്റ്സിലേക്ക് സഹായം എത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധി ഒരു ഭാഗത്തുണ്ട്, അതോടൊപ്പം തന്നെ പട്ടിണി അതിൻ്റെ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ പോലും അമേരിക്കയുടെയോ അല്ലെങ്കിൽ മറ്റ് വൻശക്തി രാജ്യങ്ങളുടെയോ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് സഹായം ലഭ്യമാക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ ബൈഡനും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായി തന്നെ ഈ ഗസയിലേക്കുള്ള സഹായം എന്നത് ഒരു അജണ്ടയായിട്ട് ഉൾപ്പെടുത്തിയതായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ആന്റണി ബ്ലിങ്കൻ. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിലെ ഒരു പുരോഗതിയും ഏതർത്ഥത്തിലുള്ള സഹായമായിരിക്കും ലഭ്യമാവുക, അത് ഏത് സമയത്ത് ഗസയിലെ നിവാസികൾക്ക് ലഭ്യമാകും എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കും ഒരുപക്ഷെ തൃപ്തികരമായിട്ടൊരു ഉത്തരം ലഭിക്കുന്നത് ഈ ചർച്ചയ്ക്ക് അവസാനം മാത്രമായിരിക്കും. ഏതായാലും ആക്രമണത്തിൽ യാതൊരു കുറവുമില്ല. അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും വലിയ തോതിൽ വ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ നേരിൽ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. ഒരു നിലയ്ക്കും ഈ യുദ്ധം വികസിപ്പിക്കാൻ അല്ലെങ്കിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം അരുത് എന്നൊരു നിർദ്ദേശമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നൽകിയിരിക്കുന്നതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈഫുദ്ദീൻ. ശരി, MCA നാസറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ദുബായ് ആസ്ഥാനമായ DP വേൾഡ് സൗദി അറേബ്യയിൽ കൂടുതൽ ചുവടുറപ്പിക്കുന്നു. സൗദി പോർട്ട് അതോറിറ്റിയുമായി ചേർന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്കിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. 90 കോടി റിയാൽ ചെലവിൽ ജിദ്ദ ഇസ്ലാമിക് പോർട്ടിൽ ഒരുക്കുന്ന പാർക്ക് അടുത്ത വർഷം പൂർത്തിയാകും. ചരക്കു വിന്യാസത്തിനുള്ള സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സംയോജിത ലോജിസ്റ്റിക് പാർക്ക് കൂടിയായിരിക്കും ഇത്. 4,15,000 ചതുരശ്ര മീറ്റർ ഗ്രീൻഫീൽഡ് സൗകര്യം, 1,85,000 ചതുരശ്ര മീറ്റർ വെയർഹൌസിംഗ് സൗകര്യം, വിവിധ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്റ്റോറേജ് യാർഡ് എന്നിവ ഉൾപ്പെടുന്നതാണ് പാർക്ക്. ഒരേ സമയം 3.9 ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ സൂക്ഷിക്കാൻ ഇവിടെ സൗകര്യമുണ്ടായിരിക്കും. ഏറ്റവും നൂതനമായ ചരക്ക് സംഭരണ വിതരണ സേവനങ്ങളായിരിക്കും പാർക്കിന്റെ ഭാഗമായി ഒരുക്കുക. ഇത് ഉപഭോക്താക്കൾക്ക് ജിദ്ദയിലേക്കും പുറത്തേക്കും സുഗമമായ ചരക്ക് നീക്കത്തിന് സൗകര്യപ്രദമായിരിക്കും. സൗദിയിലെ മവാനിയും DP വേൾഡും 30 വർഷത്തെ ഉടമ്പടിയിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. 2022 ഒപ്പുവെച്ച കരാർ പ്രകാരം 2025 രണ്ടാം പാദത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് പാർക്ക് തുറക്കും. വികസന പ്രവർത്തനങ്ങൾ 2 ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുക. വെയർഹൌസിന് മുകളിൽ 20 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകളുടെ മേൽക്കൂര ഒരുക്കും. 2020 ഇരുകൂട്ടരും ഒപ്പുവെച്ച ഒരു കരാർ പ്രകാരം സൗത്ത് കണ്ടെയ്നർ ടെർമിനലും പാർക്കിൽ സംവിധാനിക്കും. ടെർമിനലിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ദമാം, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിൽ ഫ്രൈറ്റ് ഫോർവേഡിംഗ് ഓഫീസുകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ലോജിസ്റ്റിക് സൗകര്യവുമായി DP വേൾഡ് സൗദി അറേബ്യയിലുടനീളം പ്രവർത്തനം വിപുലീകരിക്കുന്നത്. മീഡിയ 1 ദുബായ്. അൽബേനിയൻ തലസ്ഥാനമായ ടിരാനയിൽ നിക്ഷേപവുമായി ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റാണ് ഖത്തർ സ്ക്വയർ ഒരുക്കുന്നത്. തലസ്ഥാന നഗരിയിൽ $12 ദശലക്ഷം ചെലവിട്ടാണ് നിർമ്മാണം. ഇത് സംബന്ധിച്ച് QFFDCയും ടിരാന മുനിസിപ്പാലിറ്റിയും കരാറിൽ ഒപ്പുവെച്ചു. താമസ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി പരിശോധന ശക്തമാക്കി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ ദിവസം ഫർവാനിയയിലും ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലും വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിരവധി പേരെ പിടികൂടി. അറസ്റ്റിലായവരെ ആവശ്യമായി ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറി. നടപടികൾക്ക് ശേഷം ഇവരെ കുവൈത്തിൽ നിന്ന് നാടുകടത്തും. നിരത്തുകളിലും വാഹനങ്ങളിലും അടക്കം ശക്തമായ പരിശോധനയാണ് നടത്തിയത്. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ലെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെയും കുവൈത്തിന്റെയും പ്രതിനിധി സംഘങ്ങൾ അവലോകന യോഗം നടത്തി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അസിസ്റ്റന്റ് സെക്രട്ടറി അസീം മഹാജന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സംഘം എത്തിയത്. സംഘത്തെ കുവൈത്ത് വിദേശകാര്യ ഉപമന്ത്രി ഷെയ്ഖ് ജറാഹ് അൽ ജാബർ സ്വീകരിച്ചു. ഇന്ത്യൻ പ്രതിനിധി സംഘവും കുവൈത്ത് വിദേശകാര്യമന്ത്രി സമീഹ് ഈസ ജൌഹർ ഹയാത്തിന്റെ നേതൃത്വത്തിലുള്ള കുവൈത്ത് പ്രതിനിധി സംഘവും കൂടിക്കാഴ്ച നടത്തി. കുവൈത്തും ഇന്ത്യയും തമ്മിലുള്ള 6ാം റൗണ്ട് കൂടിയാലോചനയാണിത്.
ദുബായ് എമിറേറ്റിലെ താമസ കേന്ദ്രങ്ങളിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ പിടികൂടാൻ നിശബ്ദ റഡാറുകൾ വരുന്നു. നിയമലംഘനങ്ങൾ കണ്ടെത്തുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് തെളിയാത്തതിനാലാണ് നിശബ്ദ റഡാർ എന്ന സംവിധാനത്തെ വിളിക്കുന്നത്. അമിത വേഗത, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയ നിയമലംഘനങ്ങൾ റഡാറിൽ കണ്ടെത്താനാകും. താമസ കേന്ദ്രങ്ങൾക്കകത്ത് വാഹനമോടിക്കുമ്പോൾ നിയമം പാലിക്കാൻ കാണിക്കുന്ന അശ്രദ്ധ കുറയ്ക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കുറഞ്ഞ ദൂരത്തേക്കുള്ള യാത്രയാണെങ്കിലും നിയമലംഘനങ്ങൾക്ക് സാധാരണ പോലെ തന്നെ പിഴ ലഭിക്കും. സംവിധാനം എപ്പോഴാണ് നിലവിൽ വരികയെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. ദുബൈയിൽ വ്യത്യസ്ത തരം റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ട്രാഫിക് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലെ ഹസൻ അലി താലിബ് അൽ ഹാമിർ പറഞ്ഞു. നിയമവിരുദ്ധമായ യു-ടേണുകളും മറ്റ് ട്രാഫിക് ലംഘനങ്ങളും പിടികൂടാൻ ഇതുവഴി സാധിക്കും. എമിറേറ്റിലെ റോഡുകളിൽ നൂതന ട്രാഫിക് നിയന്ത്രണ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്നും ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗവും സീറ്റ് ബെൽറ്റ് ലംഘനങ്ങളും അതിന് കണ്ടെത്താനാകുമെന്നും പോലീസ് അറിയിച്ചു. ദുബായ് റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന റഡാറുകൾക്ക് 2 വശത്തെ പാതകൾ കൂടാതെ ഒരു ഹൈവേയിലെ 6 പ്രധാന പാതകളും നിരീക്ഷിക്കാൻ കഴിയും. നമ്പർ പ്ലേറ്റുകൾ വായിക്കാനും അവ ഏതെങ്കിലും വിധത്തിൽ മറച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനും കഴിയും. മീഡിയ 1 ദുബായ്. ഖത്തറിൽ വീണ്ടും വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. ഹമദ് വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 8.4 കിലോ ഹെറോയിനാണ് കസ്റ്റംസ് പിടികൂടിയത്. യാത്രക്കാരന്റെ ബാഗിനുള്ളിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നതിന് ദൃശ്യങ്ങൾ കസ്റ്റംസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഷാർജ എമിറേറ്റിലെ ദൈദ് കോട്ടയ്ക്ക് സമീപത്തെ മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ച കടകൾക്ക് നഷ്ടപരിഹാരം നൽകും. അറ്റകുറ്റപ്പണികൾ നടത്തി കടകൾ ഉടൻ തുറക്കാൻ സംവിധാനമൊരുക്കണമെന്ന് ഷാർജ ഭരണാധികാരി നിർദ്ദേശിച്ചു. പരമ്പരാഗത ഇമാറാത്തി വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ദൈദ് കോട്ടക്കടുത്തുള്ള മാർക്കറ്റിൽ തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മാർക്കറ്റിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ നീക്കം ചെയ്തതിനാൽ പൊട്ടിത്തെറി ഇല്ലാതായി. തീ സമീപത്തെ കിയോസ്കുകളിലേക്ക് പടരുന്നത് തടയാൻ അതിവേഗ ഇടപെടൽ സഹായിക്കുകയും ചെയ്തു. വ്യാപാരികൾക്ക് അടിയന്തരമായി പകരം കടകൾ ഉടൻ തന്നെ നൽകണമെന്ന് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി നിർദ്ദേശം നൽകി. ഫർണിച്ചർ, ഷെൽഫുകൾ, എയർ കണ്ടീഷനിംഗ് എന്നിവ സജ്ജീകരിച്ച കടകൾ 3 ദിവസത്തിനുള്ളിൽ ഒരുക്കണമെന്നാണ് ഭരണാധികാരി നിർദ്ദേശം നൽകിയത്. നാശനഷ്ടങ്ങളുണ്ടായ കടയുടമകൾക്ക് പുതിയ കടകൾ നൽകാനും സാമ്പത്തിക നഷ്ടപരിഹാരം അനുവദിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. മരങ്ങളും ഈത്തപ്പനയുടെ വിവിധ ഭാഗങ്ങളും ഉപയോഗിച്ച് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ മാർക്കറ്റ്. മീഡിയ 1 ഷാർജ. ലോകകപ്പ് ഫുട്ബോൾ ഖത്തറിന്റെ പെട്രോളിയം ഇതര സാമ്പത്തിക വൈവിധ്യവൽക്കരണം ത്വരിതപ്പെടുത്തിയതായി അന്താരാഷ്ട്ര നാണയനിധി. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലോകകപ്പ് കാലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നും IMF റിപ്പോർട്ടിലുണ്ട്. സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനുള്ള ഖത്തറിന്റെ വിഷൻ 2030 സാധൂകരിക്കുന്നതാണ് IMFന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിയ നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരണത്തെ ഏറെ സഹായിച്ചിട്ടുണ്ട്. പൊതുസ്ഥാപനങ്ങളാണ് ഖത്തർ സമ്പദ്ഘടനയുടെ ആണിക്കല്ല്. സ്വകാര്യ മേഖലയ്ക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മാറ്റമാണ് വൈവിധ്യവൽക്കരണത്തിലെ പ്രധാന വെല്ലുവിളി. ഈ മാറ്റത്തിന് മികച്ച ബിസിനസ് സൗഹൃദ അന്തരീക്ഷവും ഉൽപാദനവും കൂട്ടണമെന്ന് IMF വിലയിരുത്തുന്നു. ലോകകപ്പ് ഫുട്ബോളിന് ശേഷവും ഖത്തറിന്റെ സമ്പദ്ഘടന ശക്തമാണ്. എണ്ണ, പ്രകൃതിവാതക മേഖലയ്ക്ക് പുറത്തുനിന്നുള്ള വരുമാനത്തിൽ വർധനയുണ്ട്. വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിപ്പാണ് ലോകകപ്പിന് ശേഷമുണ്ടായത്. സന്ദർശകരുടെ വരവ് കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ 2 മടങ്ങ് വർദ്ധിച്ചിരുന്നു. 2011 മുതൽ തുറമുഖങ്ങളും റോഡുകളും മുതൽ മെട്രോ, വിമാനത്താവളങ്ങൾ വരെയുള്ള അടിസ്ഥാന സൗകര്യ വികസനവുമുണ്ടായി. തൊഴിൽ വിപണിയുടെയും ബിസിനസ് പരിസ്ഥിതി പരിഷ്കാരങ്ങളുടെയും സമഗ്രമായ വളർച്ചയിലൂടെ വാർഷിക ഹൈഡ്രോ കാർബൺ ഇതര വളർച്ച 3% പോയിന്റ് വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. മീഡിയ 1 ദോഹ. ഓഗസ്റ്റ് 4 മുതൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാർ നേരത്തെ എത്തിച്ചേരണമെന്ന് എയർപോർട്ട് അധികൃതർ. പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റത്തിന്റെ പ്രോസസ്സിംഗ് സമയങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്രമീകരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. മസ്കത്ത് വിമാനത്താവളത്തിൽ പുതിയ പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റം നടപ്പാക്കുന്നതായി സർക്കുലർ വഴിയാണ് ഒമാൻ എയർപോർട്ട് അധികൃതർ അറിയിച്ചത്. ആഗസ്റ്റ് 4 മുതൽ പാസഞ്ചർ പ്രോസസിംഗിനുള്ള കട്ട് ഓഫ് സമയം ഷെഡ്യൂൾ ചെയ്ത പുറപ്പെടൽ സമയത്തിന് 20 മിനിറ്റിൽ നിന്ന് 40 മിനിറ്റായി നീട്ടുമെന്ന് സർക്കുലറിൽ പറയുന്നു.
വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ അനുഭവവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് മുതൽ പുറപ്പെടൽ ഗേറ്റുകളിൽ എത്തുന്നതുവരെയുള്ള യാത്രക്കാരുടെ വിശദമായ അവലോകനവും എയർപോർട്ട് അധികൃതർ നടത്തിയിട്ടുണ്ട്. ചെക്ക് ഇൻ പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിനുള്ള കുറഞ്ഞ സമയം തിരിച്ചറിയാനും എല്ലാ ഫ്ലൈറ്റുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് ബോർഡിംഗ് പ്രക്രിയയുടെ പുരോഗതി ഉറപ്പാക്കാനും പ്രവർത്തനങ്ങളിലെ കാലതാമസം ഒഴിവാക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ സർക്കുലറിൽ പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്. പിക്കിൾ ബോൾ എന്ന പുത്തൻ കായിക മത്സരത്തിന്റെ ആദ്യ വേൾഡ് ടൂറിന് ഗൾഫ് രാജ്യങ്ങൾ വേദിയാകും. $15 മില്യൺ സമ്മാനത്തുക. അടുത്ത വർഷം മാർച്ചിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാകും പിക്കിൾ ബോൾ വേൾഡ് ടൂറിന് തുടക്കമാവുക. താരതമ്യേന പുതിയ ഒരു കായിക ഇനമാണ് എൻ്റെ പിന്നിൽ അരങ്ങേറുന്നത്. ഒറ്റനോട്ടത്തിൽ ടെന്നീസ് ആണെന്നും ബാഡ്മിൻ്റൺ ആണെന്നും ഒക്കെ തോന്നുമെങ്കിലും അതിൻ്റെയൊക്കെ മിക്സായ ഒരു കളിയാണിത്. പേര് പിക്കിൾ ബോൾ. ഈ കളി ഇപ്പോൾ ഗൾഫിലേക്ക് എത്തുകയാണ്. 1965 അമേരിക്കയിൽ പിറവിയെടുത്ത ഈ കളി കോവിഡിന് ശേഷമാണ് ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിൽ സജീവമായത്. മുംബൈയിലും അഹമ്മദാബാദിലുമെല്ലാം ഇപ്പോൾ പിക്കിൾ ബോൾ കോർട്ടുകൾ സജീവമാണ്. പിക്കിൾ ബോൾ വേൾഡ് റാങ്കിങ്ങിൻ്റെ CEO ഇന്ത്യക്കാരനായ പ്രണവ് കോഹ്ലിയാണ്. ലോകമെമ്പാടും ഈ കായിക ഇനത്തെ പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പിക്കിൾ ബോൾ വേൾഡ് ടൂർ അടുത്ത വർഷം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യ ടൂറിനും പദ്ധതിയുണ്ട്. Kerala, a few players coming from Kerala, and I think Kerala has rich history in sports. You see a lot of players coming in from Kerala, so I think pickleball is going to do phenomenally well, and hopefully we'll have some great national champions from Kerala. ഈ വർഷം സെപ്റ്റംബറിൽ പെറുവിൽ പിക്കിൾ ബോളിന്റെ ലോകകപ്പ് മത്സരം നടക്കും. മില്യൺ കണക്കിന് ഡോളറിന്റെ സമ്മാനത്തുകയാണ് മത്സരങ്ങളുടെ പ്രത്യേകത. വേൾഡ് ടൂറിന് $15 മില്യൺ, ഗൾഫിൽ നടക്കുന്ന പരമ്പരയ്ക്ക് $1.5 മില്യൺ സമ്മാനത്തുക. ദുബൈയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ ലോക 1 നമ്പർ താരം മെഗാൻ ഫൺ ഹാർട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് താരം യശ്വേന്ദ്ര ചാഹലും പങ്കെടുത്തു. യാസർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. കുവൈറ്റ് മറീൻ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 33ാമത് പേൾ ഡൈവിംഗ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 10 മുതൽ 15 വരെ നടത്തും. പായ് കപ്പലുകൾ ഓഗസ്റ്റ് 10 രാവിലെ പുറപ്പെടും. ഓഗസ്റ്റ് 15 വൈകുന്നേരം 5 മണിക്ക് കപ്പലുകൾ തിരിച്ചെത്തും. അൽ ഗഫൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ഫെസ്റ്റിവലിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സമുദ്ര പൈതൃകവും ജനങ്ങളുടെ ഉപജീവിത മാർഗവും പുനരാവിഷ്കരിക്കുന്നതാണ് പേൾ ഡൈവിംഗ് ഫെസ്റ്റിവൽ. സാങ്കേതിക തകരാറിനെ തുടർന്ന് കുവൈത്ത് എയർവേസ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. ഹെർസഗോവിനയിലേക്കുള്ള വിമാനമാണ് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കിയത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായും കുവൈത്ത് എയർവേസ് അറിയിച്ചു. സാങ്കേതിക തകരാറിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് ജിദ്ദയിൽ തിരിച്ചിറക്കി. രാവിലെ 10:30 പറന്നുയർന്ന വിമാനം 1.5 മണിക്കൂറിന് ശേഷം ജിദ്ദയിൽ തന്നെ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. സുരക്ഷിതരായി പുറത്തിറക്കിയ 193 യാത്രക്കാരെ പിന്നീട് ഹോട്ടലുകളിലേക്ക് മാറ്റി. സ്പേസ് ജെറ്റിന്റെ ST-036 നമ്പർ വിമാനത്തിലാണ് പറന്നുയർന്ന ശേഷം എഞ്ചിൻ തകരാർ കണ്ടെത്തിയത്. പറന്നുയർന്ന വിമാനത്തിൽ അരമണിക്കൂറിന് ശേഷം വലിയ ശബ്ദവും അസാധാരണ കുലുക്കവും അനുഭവപ്പെട്ടതായി യാത്രക്കാർ പറഞ്ഞു. ഇതോടെ 1 മണിക്കൂർ പറന്ന് ഇന്ധനം പരമാവധി തീർത്ത ശേഷം വിമാനം ജിദ്ദയിൽ സുരക്ഷിതമായി തിരിച്ചിറക്കുകയായിരുന്നു. എമർജൻസി ലാൻഡിംഗ് നടത്തുന്നതിനായി ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങി മുഴുവൻ സംവിധാനങ്ങളും വിന്യസിച്ചിരുന്നു. ജിദ്ദ വിമാനത്താവളത്തിൽ ഇറക്കിയ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാർ പരിഹരിക്കാനാണ് ഇപ്പോഴുള്ള ശ്രമം. ഇതിനുശേഷമാകും യാത്രക്കാരുടെ യാത്ര. ഫൈനൽ എക്സിറ്റ് നേടിയ യാത്രക്കാരെ പ്രത്യേക അനുമതിയോടെയാണ് ഹോട്ടലിലേക്ക് മാറ്റിയത്. മീഡിയ 1, ജിദ്ദ. ഇന്ത്യൻ എംബസി അനുബന്ധ സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ഖത്തറിലെ ഇന്ത്യൻ തൊഴിലാളികൾക്കായി കാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ICBF കഞ്ചാണി ഹാളിൽ നടന്ന ടൂർണമെന്റിൽ 32 ടീമുകൾ പങ്കെടുത്തു. അഹമ്മദ് മുല്ല സൗദ് അൻസാരി ടീം ടൂർണമെന്റ് ജേതാക്കളായി. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ജനറൽ സെക്രട്ടറി വർക്കി ബോബൻ, സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റോളക്സ് വാച്ച് തട്ടിപ്പിൽ കുവൈത്ത് പൗരന് നഷ്ടമായത് 16 ലക്ഷം രൂപ. പ്രതിരോധ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന 36-കാരനായ സ്വദേശി യുവാവിനാണ്
5800 ദിനാർ നഷ്ടമായത്. നേരത്തെ 2 ആഴ്ച ഡെലിവറി സമയം പറഞ്ഞിരുന്നതാണ്. എന്നാൽ 9 മാസത്തോളം കാത്തിരുന്നിട്ടും വാച്ച് ലഭിക്കാത്തതിനെ തുടർന്നാണ് പരാതി നൽകിയത്. ബാങ്കിലൂടെ പണം കൈമാറിയതിന്റെ കോപ്പിയും പ്രതിയുമായി നടത്തിയ വാട്സാപ്പ് സംഭാഷണം ഉൾപ്പെടെയുള്ള തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കി. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി അധികൃതർ അറിയിച്ചു. പ്രവാസികൾക്ക് ഗുണം ചെയ്യുന്ന വൈവിധ്യമാർന്ന പദ്ധതികളുമായി സൗദിയിൽ KMCCക്ക് കീഴിൽ ദ എയിം പദ്ധതിക്ക് തുടക്കമായി. റിയാദിൽ മങ്കട മണ്ഡലം KMCCയാണ് 1 വർഷം നീളുന്ന സംഘടനാ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പദ്ധതി പ്രഖ്യാപനം നിർവഹിച്ചു. KMCC മങ്കട മണ്ഡലത്തിന്റെ 1 മാസം നീളുന്ന ക്യാമ്പയിനാണ് തുടക്കമായത്. പ്രവാസികൾക്കായുള്ള നിക്ഷേപം, വിദ്യാഭ്യാസം, സർക്കാർ സഹായ പദ്ധതികളിൽ ഗുണഭോക്താക്കളാക്കൽ, സ്കോളർഷിപ്പ്, വിവിധ മത്സര പരിപാടികൾ, ആരോഗ്യ ക്യാമ്പയിൻ, കലാകായിക മത്സരങ്ങൾ എന്നിങ്ങനെ 16 ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് സംഘടനാ ക്യാമ്പയിൻ. റിയാദ് ബത്തയിൽ നടന്ന പ്രവർത്തക സംഗമത്തിൽ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസാണ് പദ്ധതികളുടെ പ്രഖ്യാപനം നിർവഹിച്ചത്. കാലമേറുന്തോറും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസക്തി കൂടുതൽ അടയാളപ്പെടുത്തുന്നതാണ് ഇന്ത്യയിലെ ആനുകാലിക ചിത്രമെന്ന് PK നവാസ് പറഞ്ഞു. രാജ്യത്തെ മുഴുവൻ പിന്നോക്ക ജനതയ്ക്കുമായി പാർലമെന്റിൽ പോരാടുന്നത് മുസ്ലിം ലീഗിന്റെ 5 അംഗ സംഘമാണെന്നും മുഖ്യപ്രഭാഷണത്തിൽ PK നവാസ് കൂട്ടിച്ചേർത്തു. പരിപാടി KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. KMCC മങ്കട മണ്ഡലം പ്രസിഡന്റ് നജമുദ്ദീൻ മഞ്ഞളാംകുഴി അധ്യക്ഷനായിരുന്നു. നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായ ഉസ്മാൻ അലി പാലത്തിങ്ങൽ, മുഹമ്മദ് വേങ്ങര, മുജീബ് ഉപ്പട, റിയാദ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷുഹൈബ് പനങ്ങാങ്ങര, ഭാരവാഹികളായ സത്താർ താമരത്ത്, അബ്ദുറഹ്മാൻ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. പുതുതായി സംഘടനയിലേക്ക് കടന്നുവന്ന ഡേവിഡ് ചാലക്കുടിക്ക് PK നവാസ്, CP മുസ്തഫ എന്നിവർ ചേർന്ന് അംഗത്വം നൽകി. മീഡിയ 1 റിയാദ്. UAEയിലെ അഹല്യ മെഡിക്കൽ ഗ്രൂപ്പിന് ഇത്തിസലാത്ത് SMB അവാർഡ് ലഭിച്ചു. ആരോഗ്യരംഗത്തെ മികച്ച സേവനങ്ങൾ മുൻനിർത്തിയാണ് പുരസ്കാരം. ദുബൈയിൽ നടന്ന ചടങ്ങിൽ അഹല്യ മെഡിക്കൽ ഗ്രൂപ്പ് പ്രതിനിധികൾ അവാർഡ് സ്വീകരിച്ചു. 4 പതിറ്റാണ്ടായി ആതുര മേഖലയിൽ സജീവമായ അഹല്യ ഗ്രൂപ്പിന് കീഴിൽ ആശുപത്രികൾ, മെഡിക്കൽ സെന്ററുകൾ, ഫാർമസികൾ എന്നിവയുടെ വലിയ ശൃംഖലയാണുള്ളത്. ദുബായ് നഗരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഫുഡ് ഡെലിവറിക്ക് റോബോട്ടുകളെ നിയോഗിക്കുന്നു. സുസ്ഥിര വികസന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മേഖലകളിലേക്കാണ് ഇനി ഭക്ഷണം എത്തിക്കാൻ റോബോട്ടുകൾ എത്തുക. തലബോട്ട് എന്നാണ് ഫുഡ് ഡെലിവറിക്ക് രംഗത്തിറങ്ങുന്ന ഈ റോബോട്ടുകൾക്ക് പേരിട്ടിരിക്കുന്നത്. സിലിക്കൺ ഒയാസിസിലെ സിദർവില്ല സമുച്ചയത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ RTAയുടെ റോബോട്ടുകൾ ഫുഡ് ഡെലിവറി നടത്തുക. അത്യാധുനിക സെൻസറുകളുടെ സഹായത്തോടെ വഴിയും മാർഗതടസ്സങ്ങളുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ കഴിവുള്ളവയായിരിക്കും തലബോട്ടുകൾ. നേരത്തെ ദുബൈ എക്സ്പോ വേദിയിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. സിദർവില്ല ഷോപ്പിംഗ് സെന്ററിലെയും പരിസരത്തെയും റെസ്റ്റോറന്റുകളിൽ ലഭിക്കുന്ന ഓർഡറുകളാണ് റോബോട്ടുകൾ ഉപഭോക്താക്കളുടെ വീട്ടുപടിക്കൽ എത്തിച്ചു നൽകുക. ഉപഭോക്താക്കൾക്ക് ഓർഡർ സ്റ്റാറ്റസ് പരിശോധിക്കാനും കഴിയും. 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന് സഞ്ചരിക്കാനാകും. 15 മിനിറ്റ് കൊണ്ട് ഡെലിവറി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധമാണ് തലബോട്ടിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ദുബൈയുടെ സ്മാർട്ട് നഗരം, ഡ്രൈവർ രഹിത വാഹന സംവിധാനം, സീറോ എമിഷൻ തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കൂടി സഹായിക്കുന്നതാണ് ഈ റോബോട്ടുകളെന്ന് RTA സിലിക്കൺ ഒയാസിസ് ദുബൈ ഇന്റഗ്രേറ്റഡ് എക്കണോമിക് സോൺ അധികൃതർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. അബുദാബി റീം ഹോസ്പിറ്റൽ ബ്രിഡ്ജ് വേ മെഡിക്കൽ സിസ്റ്റംസുമായി സഹകരിച്ച് BMS മെഡ് ഷോപ്പ് തുറന്നു. അത്യാധുനിക ഓർത്തോ, പ്രോസ്തറ്റിക്, ഡ്യൂറബിൾ മെഡിക്കൽ ഉപകരണങ്ങളുടെ സ്റ്റോറാണിത്. റീം ഹോസ്പിറ്റൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ലാൻസി പോ, ബ്രിഡ്ജ് വേ ഗ്രൂപ്പ് ചെയർമാൻ PV അബ്ദുൽ വഹാബ്, PB മുനീർ, ഡയറക്ടർ ജാബിർ അബ്ദുൽ വഹാബ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. തെറാപ്പിസ്റ്റുകൾ ഉൾപ്പെടെ സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. സൗദിയിൽ മാപ്പിള കലാപ്രേമികളുടെയും കലാകാരന്മാരുടെയും സംയുക്ത സംഗമം സംഘടിപ്പിച്ചു. അസീർ പ്രവിശ്യയിലായിരുന്നു ചടങ്ങ്. മാപ്പിള കലാ അക്കാദമിയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. അസീറിലെ ഖമീസ് ജൂബിലി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മാപ്പിള കലാ അക്കാദമി സൗദി നാഷണൽ പ്രസിഡന്റ് ബഷീർ മുന്നിയൂരിന്റെ അധ്യക്ഷതയിലായിരുന്നു സംഗമം. മീഡിയ 1 സൗദി ബ്യൂറോ ചീഫ് അഫ്താബ് റഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാപ്പിളകല, സംസ്കാരം, സാഹിത്യം എന്നിവ അറബ് ലോകവുമായി ബന്ധമുള്ളതാണെന്നും അതിന് എല്ലാ അർത്ഥത്തിലുമുള്ള ശക്തമായ പ്രോത്സാഹനങ്ങൾ നൽകാൻ മാപ്പിള കലാ അക്കാദമി സൗദി കമ്മിറ്റികൾക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
തമ്പാൻ അബ്ദുസലാം, സിറാജ് വയനാട്, സലീം കൽപ്പറ്റ, സൈനുദ്ദീൻ അമാനി, മുഹമ്മദ് മട്ടന്നൂർ, ഇബ്രാഹിം പട്ടാമ്പി എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് അവതരണം വേറിട്ട അനുഭവമായി. പുതിയ ഭാരവാഹികളെയും ചടങ്ങിൽ തിരഞ്ഞെടുത്തു. മുജീബ് ചടയമംഗലം, അബഹ. ഷാർജയിൽ പോലീസ് ചമഞ്ഞ് ഡെലിവറി വാഹനത്തിൽ നിന്ന് 1000-ലേറെ ലാപ്ടോപ്പുകൾ മോഷ്ടിച്ച 4 പേർ അറസ്റ്റിൽ. പ്രതികൾ 4 പേരും അറബ് രാജ്യത്തെ പൗരന്മാരാണെന്ന് പോലീസ് അറിയിച്ചു. മില്യൺ ദിർഹത്തിലേറെ വിലമതിക്കുന്ന ലാപ്ടോപ്പുകളാണ് ഇവർ കൊള്ളയടിച്ചത്. പോലീസാണെന്നും വാഹനം പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് തടഞ്ഞു നിർത്തിയവർ മോഷണം നടത്തുകയായിരുന്നു. 1840 ലാപ്ടോപ്പുകളാണ് ഇവർ തട്ടിയെടുത്തത്. ഇന്ത്യയിലെ മികച്ച രുചികൾ ആഘോഷിക്കാൻ പുതിയ പ്രമോഷൻ പ്രഖ്യാപിച്ച് ഒമാനിലെ മുൻനിര ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് പ്രീമിയം ഇന്ത്യൻ ബസ്മതി അരി, മാംസം, മുട്ടയടക്കമുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വലിയ വിലക്കുറവിൽ ലുലുവിൽ ലഭ്യമാക്കും. ഒമാനിലെ ബൗഷർ ലുലുവിൽ നടക്കുന്ന പ്രമോഷൻ ക്യാമ്പയിൻ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സംരംഭങ്ങൾ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സഹകരണം പുതിയ തലത്തിലെത്തിക്കുമെന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. Lulu market is also promoting the made in India agricultural products on these sectors. I am quite confident that India-Oman trade relations in the field of agriculture and food products will continue to rise and grow even further. And my best wishes to all the exhibitors who are here, and my thanks to Lulu. കാർഷിക, മാംസ, പൗൾട്രി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പരമോന്നത സമിതിയായ അപ്പേഡ ഈ പരിപാടിയിൽ സഹകരിക്കുന്നുണ്ട്. ഈ സംരംഭത്തിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒമാൻ ഇന്ത്യ ഡയറക്ടർ ആനന്ദ് എ.വി. പറഞ്ഞു. ഇന്ത്യയിലെ പ്രിയപ്പെട്ട ബസ്മതി അരിയുടെ വ്യത്യസ്ത ശ്രേണികൾ ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യത്തിന് ഗുണപ്രദവും സമ്പുഷ്ടവുമായ പ്രോട്ടീനും അടങ്ങിയ ഇന്ത്യൻ പൗൾട്രി, മാംസ ഉൽപ്പന്നങ്ങളും ലുലുവിൽ ലഭ്യമാണ്. മീഡിയ 1, മസ്കത്ത്.